ഓം ശ്രീ ഗം ഗണപതയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം. ചന്ദ്രവംശത്തിലെ മഹാപ്രതാപിയായ പരീക്ഷിത്തു രാജാവ് നായാട്ടിനായി പുറപ്പെടുകയാണ്. ആനകൾ, കുതിരപ്പുറമേറിയ കുന്തക്കാർ, പ്രത്യേക പരിശീലനം ലഭിച്ച വേട്ടപ്പട്ടികൾ, അംഗരക്ഷകർ, ഇവരും മഹാരാജാവിൻ്റെ മൃഗയാ വിനോദത്തിന് അകമ്പടിക്കാരായി ഉണ്ടായിരുന്നു. അങ്ങനെ രാജാവ് കാടെത്തിയതോടുകൂടി സന്തോഷം കൊണ്ട് മതിമറന്നു. അത്ര മനോഹരമായിരുന്നു ആ വനഭംഗി. കാട്ടുമൃഗങ്ങൾ രാജാവിൻ്റെ ആ വില്ലിൻ്റെ ഞാണൊലി കേട്ട് പരക്കം പാഞ്ഞു. വനരാജാവായ സിംഹം പോലും പരീക്ഷിത്തു രാജാവിനെ കണ്ട് ഭയന്ന് നെട്ടോട്ടമോടിയത്രേ. ധീരനായ ആ രാജാവിൻ്റെ അമ്പിൽ നിന്നും രക്ഷ നേടാൻ മൃഗങ്ങൾ ആവതു ശ്രമിച്ചു. പരിവാരങ്ങളെയെല്ലാം മറന്ന് രാജാവ് വേട്ടമൃഗങ്ങളെ പിന്തുടർന്നു. അങ്ങനെ കുറേ പോയപ്പോൾ തനിക്ക് വഴിതെറ്റിയെന്ന് രാജാവ് മനസ്സിലാക്കി. മാത്രമല്ല, പരിവാരങ്ങളിൽ നിന്നും വളരെ ദൂരത്താണ് താന് എന്ന് മനസ്സിലാക്കിയ ശേഷം രാജാവ് തൻ്റെ നായാട്ട് മതിയാക്കി ശാന്തനായി. എന്നിട്ട് രാജാവ് തൻ്റെ ചുറ്റുമൊന്നു നോക്കി. മുൻപരിചയം ഒട്ടും തന്നെ ഇല്ലാത്തൊരു കാട്ടിലാണ് താൻ വന്നു പെട്ടിരിക്കുന്നത് എന്ന് രാജാവ് മനസ്സിലാക്കുകയും പൂമരങ്ങളും വള്ളികളും നിറഞ്ഞ ആ വനം വളരെ ശാന്തമായിരുന്നു. രാജാവാണെങ്കിൽ വളരെ ക്ഷീണിതനും. എവിടെ നിന്നെങ്കിലും അല്പം വെള്ളം കുടിക്കണം, അത്രയ്ക്കുണ്ട് രാജാവിന് ദാഹം. കുടിവെള്ളം അന്വേഷിച്ച് രാജാവ് പതിയെ മുന്നോട്ട് നടന്നു. അടുത്തെങ്ങും അരുവികൾ ഉള്ള ലക്ഷണമൊന്നുമില്ല. ജലദാഹമാണെങ്കിലോ വളരെയധികം വർദ്ധിക്കുകയും ചെയ്തു. എങ്ങനെയെങ്കിലും കുടിവെള്ളം ലഭ്യമാകുവാൻ രാജാവ് വെമ്പൽ കൊണ്ടു. അപ്പോഴാണ് മുന്നിലൊരു സന്യാസി ധ്യാനിച്ചിരിക്കുന്നത് അദ്ദേഹം കണ്ടത്. രാജാവിന് ആശ്വാസം തോന്നി. ഇദ്ദേഹം തീർച്ചയായും തനിക്കുള്ള വെള്ളം തരാതെയിരിക്കില്ല. അങ്ങനെ സന്തോഷിച്ചുകൊണ്ട് രാജാവ് ആ സന്യാസിയുടെ അടുക്കലെത്തി. എന്നിട്ട് കുടിക്കാനുള്ള ആ കുടിവെള്ളം എവിടെ ലഭ്യമാകുമെന്ന് അന്വേഷിച്ചു. എന്നാൽ ധ്യാനിച്ചിരുന്ന ആ സന്യാസി ഒന്നും മിണ്ടിയില്ല. ആ സന്യാസിയുടെ പേര് ശമീകൻ എന്നായിരുന്നു. ഈശ്വരനിൽ തൻ്റെ മനസ്സർപ്പിച്ച് ഏകാഗ്രനായിരുന്നത് കൊണ്ട് തന്നെ പരീക്ഷിത്തു രാജാവ് ചോദിച്ച ആ ചോദ്യങ്ങളൊന്നും തന്നെ ശമീക മുനി കേട്ടതേയില്ല. മാത്രമല്ല, അദ്ദേഹം ജലപാനം നടത്താതെയാണ് തപസ് ചെയ്തിരുന്നത്. ഇടയ്ക്കെങ്ങാനും ധ്യാനത്തിൽ നിന്നും ഉണരുമ്പോൾ ശമീകമുനി കാടിനപ്പുറമുള്ള പുൽമേട്ടിലേക്ക് യാത്രയാവും. അവിടെ മേയുന്ന പശുക്കളുടെ പൈക്കിടങ്ങൾ തള്ളപ്പശുവിൻ്റെ അകിടിൽ നിന്ന് പാൽ കുടിക്കുന്നുണ്ടാവും. പാൽ കുടിക്കുന്ന ആ പൈക്കിടങ്ങളുടെ കടവായിലൂടെ പുറത്തു വരുന്ന ആ പാൽപ്പത മാത്രമാണ് മുനി ഭക്ഷിച്ചിരുന്നത്. ഇതുമാത്രം മതിയായിരുന്നു ആ മഹാതാപസന് ജീവിക്കുവാൻ. എത്ര വിളിച്ചിട്ടും പാറ പോലെ ഉറച്ചിരിക്കുന്ന ശമീകമുനിയോട് രാജാവിന് ആ സമയം വല്ലാത്ത കോപം തോന്നി. വെറുമൊരു രാജാവു മാത്രമല്ല പരീക്ഷിത്ത്. ചന്ദ്രവംശജനും ഹസ്തിനപുര ചക്രവർത്തിയുമാണ് അദ്ദേഹം. പാണ്ഡവകുലജാതൻ, അർജുനൻ്റെ ചെറുമകൻ, അഭിമന്യുവിൻ്റെ പുത്രൻ. അതെ, മഹത്വത്തിലും ആത്മാഭിമാനത്തിലും വിട്ടുവീഴ്ചകൾ ചെയ്യാത്ത സാക്ഷാൽ അഭിമന്യുവിൻ്റെ പുത്രൻ. അങ്ങനെയുള്ള പരീക്ഷിത്തിന് അല്പം ദാഹജലം ചോദിച്ചിട്ട് അനങ്ങാതെയിരിക്കുന്ന മുനിയോട് കലശലായ ദേഷ്യം തോന്നുക സ്വാഭാവികം മാത്രം അല്ലേ? എന്നിട്ടും പരീക്ഷിത്ത് ശമീകമുനിയെ വിളിച്ചുണർത്തിയില്ല. അദ്ദേഹം എന്തു ചെയ്തെന്നോ, വെറുപ്പോടെയും അത്യധികം ദാഹക്ഷീണങ്ങളോടെയും മടങ്ങിപ്പോകുവാൻ തയ്യാറായി. അപ്പോഴാണ് രാജാവ് അവിടെ അടുത്തായൊരു പാമ്പ് ചത്തുകിടക്കുന്നത് കണ്ടത്. ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും എന്ന് പോലിരിക്കുന്ന സന്യാസിയെ ഒന്ന് പരിഹസിക്കുവാനായി രാജാവ് ആ പാമ്പിനെ വില്ലിൻ്റെ തുമ്പുകൊണ്ട് തോണ്ടിയെടുത്ത് ശമീകമുനിയുടെ കഴുത്തിലിട്ടു. എന്നിട്ട് മുനി ഒന്നും അറിഞ്ഞില്ല. കുരുവംശ സാമ്രാട്ടായ തന്നെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന മുനി ചത്ത പാമ്പിനെയും കഴുത്തിലിട്ട് ഇരിക്കുന്നത് കണ്ട് രാജാവ് ഒന്ന് ചിരിച്ചുപോയി. രസമുള്ള ആ കാഴ്ച അല്പനേരം നിന്നു കണ്ട് വേഗം തന്നെ കുടിവെള്ളം തേടി നടന്നകന്നു രാജാവ്. ശമീകമുനിയുടെ പുത്രൻ ശൃംഗി ആശ്രമത്തിനടുത്ത് കൂട്ടുകാരുമായി കളിക്കുകയായിരുന്നു. അപ്പോഴാണ് ചത്ത പാമ്പിനെയും കഴുത്തിലണിഞ്ഞ് ശ്രീ പരമേശ്വരൻ എന്ന ഭാവത്തിൽ
ശൃംഗിയുടെ അച്ഛൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് കൂട്ടുകാർ അവനെ കളിയാക്കി. ഇതു കേട്ട ശൃംഗി അച്ഛൻ തപസ്സു ചെയ്യുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. അവിടെ ചത്ത പാമ്പിനെയും കഴുത്തിലണിഞ്ഞ് ഒന്നും അറിയാതെ ഇരിക്കുന്ന തൻ്റെ പിതാവിനെ കണ്ട് ആ ബാലന് വളരെ ദുഃഖവും സങ്കടവും വന്നു. തൻ്റെ അച്ഛനെ ഈ വിധത്തിൽ അപമാനിച്ച വ്യക്തിയെ ആ മുനികുമാരൻ ശപിച്ചു. എൻ്റെ പിതാവിൻ്റെ തോളിൽ ചത്ത സർപ്പത്തെ എടുത്തിട്ട ആ മഹാപാപി തക്ഷക നാഗത്തിൻ്റെ തന്നെ കടിയേറ്റ് 7 നാൾക്കകം മരിക്കട്ടെ. ഈ ഉഗ്രശാപത്തെക്കുറിച്ച് ജ്ഞാനദൃഷ്ടിയിൽ അറിഞ്ഞ ശമീകമുനി ഉടൻ തന്നെ തൻ്റെ തപസ്സിൽ നിന്നും ഉണർന്നു. എന്നിട്ട് ശാപകാരണമായ സംഭവം എന്താണെന്ന് തൻ്റെ മകനോട് ചോദിച്ചു. തൻ്റെ കഴുത്തിൽ ചത്ത സർപ്പത്തെ എടുത്തിട്ടത് ധർമ്മിഷ്ഠനായ പരീക്ഷിത്തു മഹാരാജാവാണെന്ന് മുനിക്ക് മനസ്സിലാവുകയും പെട്ടെന്നുള്ള കോപം കൊണ്ട് തൻ്റെ മകൻ നടത്തിയ ആ ശാപത്തിൽ ശമീകമുനി വളരെ ദുഃഖിച്ചു. പരമഭക്തനായ പരീക്ഷിത്തിനെയാണ് താൻ ശപിച്ചതെന്നറിഞ്ഞപ്പോൾ മുനിപുത്രനായ ശൃംഗിയും വളരെയേറെ സങ്കടത്തിലായി. ഉടനടി തന്നെ ശാപവിവരം മഹാരാജാവിനെ അറിയിക്കുവാൻ ശൃംഗി ഒരു മുനികുമാര സുഹൃത്തിനെ ഹസ്തിനപുരത്തിലേക്ക് അയച്ചു. ശൃംഗിയുടെ ശാപവിവരം അറിഞ്ഞ പരീക്ഷിത്തു മഹാരാജാവ് ആദ്യമൊന്നു ഭയപ്പെട്ടുവെങ്കിലും തൻ്റെ അവിവേകത്തെ ഓർത്ത് സമാധാനിക്കുകയാണ് ചെയ്തത്. ജലദാഹവും അഹങ്കാരവും കൊണ്ട് സ്വയം മറന്നു ചെയ്ത ആ കടും കൈയുടെ ശിക്ഷയാണിതെന്ന് അദ്ദേഹം സമാധാനിച്ചു. എങ്കിലും തങ്ങളുടെ പ്രിയ രാജാവ് 7 ദിവസത്തിനകം തക്ഷകനായ ആ സർപ്പത്തിൻ്റെ കടിയേറ്റു മരിക്കുമെന്ന വാർത്ത കാട്ടുതീ പോലെ ഹസ്തിനപുരമാകെ പടർന്നു. തങ്ങളുടെ ചക്രവർത്തിയുടെ ജീവൻ രക്ഷിക്കാൻ മന്ത്രിമാരും മുനിമുഖ്യന്മാരും സൈനിക നേതാക്കന്മാരും നെട്ടോട്ടമോടി തുടങ്ങി. ശാപശക്തിയെ തടുക്കുവാൻ തങ്ങളാൽ കഴിയുന്നത് ചെയ്യാൻ അവർ കൂടിയാലോചിച്ചു. വളരെ ഉയരമുള്ളൊരു ഒറ്റത്തൂൺ അവർ പണി കഴിപ്പിച്ചു. ആ ഉരുണ്ട തൂണിനു മുകളിൽ ഒരു മുറിയും അവർ പണി കഴിപ്പിച്ചു. അങ്ങനെ മഹാരാജാവ് പരീക്ഷിത്തിനെയും മുനിമുഖ്യന്മാരെയും മഹാവൈദ്യന്മാരെയും ഒരു മുറിയിലാക്കി കതകുകളും ജനലുകളും എല്ലാം ബന്ധിച്ചു. അവർ തൂണിൻ്റെ ചുവട്ടിൽ ശക്തമായ കാവലും ഏർപ്പെടുത്തി. ഒരു ഈച്ച പോലും കടക്കാൻ പഴുതില്ലാത്ത വിധമാണ് ആ ഏകസ്തംഭത്തിലെ ഈ സത്രം നിർമ്മിച്ചതും സുരക്ഷിതത്വം ഏർപ്പെടുത്തിയതും എല്ലാം. ഇത്രയുമൊക്കെയാണെങ്കിലും മുനികുമാരൻ്റെ ശാപം ഫലിക്കുന്നതാണെന്ന് പരീക്ഷിത്തും അദ്ദേഹത്തോടൊപ്പം സത്രത്തിൽ കഴിഞ്ഞ മുനിമുഖ്യന്മാരും വിശ്വസിച്ചു. വെറും 7 ദിവസങ്ങളെ തനിക്ക് ആയുസുള്ളൂ എന്നറിഞ്ഞ പരീക്ഷിത്ത് തനിക്ക് ഭഗവാന്റെ അവതാര കഥകൾ കേൾക്കണം എന്ന് മുനിമാരോട് പറഞ്ഞു. ഇതനുസരിച്ച് മുനിജനം പരീക്ഷിത്തിനെ പറഞ്ഞു കേൾപ്പിച്ച ഭഗവത് കഥകളാണ് ശ്രീ മഹാഭാഗവതത്തിലെ ദശാവതാര കഥകൾ.